നമ്മുടെ ഷോപ്പ് നമ്മൾ ക്രിസ്മസ് തീം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്മസ് ട്രീ കൂടെ കാണിക്കട്ടെ. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. ഡെക്കറേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആണ്. ജസ്റ്റ് നമ്മുടെ ഡിസ്പ്ലേ കൂടി ഒന്ന് കാണിക്കാവേ. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ബാക്കി ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകും. ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. നമ്മുടെ ട്രീ റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ സാൻഡ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസിൻ്റെ ഡിസ്പ്ലേസ്, ശരിക്കും ഡിസ്പ്ലേ ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ. ഉടനെ തന്നെ ബാക്കി ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും. അതുപോലെ തന്നെ നമ്മളോട് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് നമ്മുടെ ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണമ്മൂല. ആ കാണുന്നതാണ് CSI പള്ളി. ആ സ്റ്റാർസ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ടോ, ഭയങ്കര ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ CSI പള്ളി. പള്ളിയുടെ ചേർന്നാണ് ഓഡിറ്റോറിയം. ഏതാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ കൗണ്ടർ. അതോടൊപ്പം തന്നെ ഇതൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? നല്ല ഭംഗി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഞാൻ ജസ്റ്റ് നമുക്ക് വീഡിയോ ഇന്ന് നമ്മുടെ കിഡ്സിൻ്റെ നമ്മുടെ മിനിൻ്റെ കളക്ഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു ഫ്രോക്കാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട്, നല്ല വൈറ്റ് ആണ്. വൈറ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഗ്ലിറ്ററൊക്കെ ആയിട്ട്, ഗ്ലിറ്റർ ഇതുപോലെ ഇളകുന്ന ടൈപ്പ് അല്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടിയിലൊക്കെ നല്ല കോട്ടൺ ആണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇതുപോലെ റിബണൊക്കെ വെച്ചിട്ട് ഇതുപോലെ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്ക് നോക്കി ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രോക്കാണ്. റേറ്റ് വരുന്നത് 1025 ആണ്. ഇത് നമുക്ക് എല്ലാ സൈസസ് അവൈലബിൾ ആണ്. 14, 16, 18, 20, 22, 24 അങ്ങനത്തെ സൈസസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നല്ല കിടിലം ഒരു ഫ്രോക്ക് കിട്ടും. ഭയങ്കര ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും കിടിലം ഫ്രോക്ക്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും വണക്കം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ളത് ഇത്രയധികം കളർ ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല കിടിലം ഭംഗിയുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയാം. കിടിലം സംഭവങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മുടെ കളർ ഷെയ്ഡ്സ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ മസ്റ്റർഡ് യെല്ലോ ടസർ സിൽക്കിൻ്റെ യോക്ക് വെച്ചിട്ട് അതിൽ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എല്ലാം കോട്ടൺ ആണ്. സ്ലിറ്റഡ് കുർത്തിയാണ്, വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ. യോക്ക് മസ്റ്റർഡ് യെല്ലോ ടസർ സിൽക്ക് വെച്ചിട്ട് അതിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സ്ലീവ് ആണ്, 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ എൻ പാർട്ടിലായിട്ട് ഇതുപോലെയാണ് പാച്ച് വരുന്നത്. അതോടൊപ്പം തന്നെ സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ് ആണ് ഈ ഒരു കുർത്തിയിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലെങ്ത് വന്നിട്ട് 47. ഈ ഒരു കുർത്തിന്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. എങ്ങനെയുണ്ട് കാണാൻ? അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഒരു കിലുക്ക് കേൾക്കുന്നില്ല, അത് വേറെ ആരുമല്ല, ജിജി നടന്നു പോകുന്ന സൗണ്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇതും നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. എപ്പോഴും നമുക്ക് കിട്ടാത്തൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ യോക്കിൻ്റെ ക്ലോസർ വ്യൂ വന്നിട്ട് ഇതാണ്. ടസർ സിൽക്കിൻ്റെ അജ്രക്കാണ്. അതിൽ നമ്മൾ ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. മെയിൻലി കട്ട് ബീഡ്സും മിറർ വർക്കും ആണ് ചെയ്തിട്ടുള്ളത്. ഫുൾ പൈപ്പിംഗ് ഒക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നെക്കിൽ ഇതുപോലെയാണ് വരുന്നത്. 47ഓളം ലെങ്ത് ഉണ്ട്. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിൻ്റെ എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ പാച്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. നമുക്ക് എപ്പോഴും കിട്ടാത്ത കോമ്പിനേഷനാണ്. ഇതുപോലെയാണ് വരുന്നത്. ജിജി ഇവിടെ നിന്ന് തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതും നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. നെക്കിലൊക്കെ പൈപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. യോക്കിൽ ടസർ സിൽക്ക് വെച്ചിട്ട്, അജ്രക്കിന് തന്നെ ടസർ സിൽക്ക് വെച്ചിട്ട് അതിൽ നമ്മൾ ഇതുപോലെ തന്നെ ഹാൻഡ് വർക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. എല്ലാ ഷെയ്ഡ്സും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന് എൻ പാർട്ടിൽ ഇതുപോലെ തന്നെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുർത്തിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ഇത്രയധികം പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത കോമ്പിനേഷൻ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് മജന്ത ഷെയ്ഡാണ്. യോക്കിൽ ഇതുപോലെ ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള അജ്രക്കാണ്. ഇത് ടസർ സിൽക്ക് അല്ല, നല്ല പ്യുവർ അജ്രക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് കട്ട് ബീഡ്സ്, റെയിൻബോ കട്ട് ബീഡ്സ്, അതോടൊപ്പം തന്നെ മിറേഴ്സും ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയാണ്. നെക്കൊക്കെ നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം.
അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കുർത്തീൻ്റെ വ്യൂ എന്ന് പറയുന്നത്. കളർ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. അപ്പം യോക്ക് പോർഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അജ്രക്കിലെ ഹാൻഡ് വർക്കാണ് വരുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ അജ്രക്കിൻ്റെ പാച്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു കുർത്തി വരുന്നത്. ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്. മസ്റ്റർഡ് യെല്ലോയിലാണ് വരുന്നത്. യോക്കിൽ ഇതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ അജ്രക്ക് വെച്ചിട്ട് അതിൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ള. മെയിൻലി റെയിൻബോ ബീഡ്സും അതോടൊപ്പം തന്നെ മിറേഴ്സും ആണ് വരുന്നത്. മസ്റ്റർഡ് യെല്ലോ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ്. ഇതുപോലെയാണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ലെങ്ത് എല്ലാത്തിനും 47 ആണ് വരുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ അജ്രക്കിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതെല്ലാം. എല്ലാ ഷെയ്ഡ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെയാണ് ബാക്ക് പാർട്ട് വരുന്നത്. ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് പൈപ്പിങ്ങും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു കോമ്പിനേഷനാണ് കേട്ടോ. യോക്ക് വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത്. ടസർ സിൽക്കിൻ്റെ പാച്ചും അതോടൊപ്പം തന്നെ കട്ട് ബീഡ്സും മിറേഴ്സും ഒക്കെയാണ് യോക്കിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. യോക്കിന് ചുറ്റും നെക്കിലും ഒക്കെ പൈപ്പിങ്ങും ഒക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ അജ്രക്കിൻ്റെ പാച്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു കുർത്തി വരുന്നത്. കുർത്തിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും കിട്ടാത്ത അതിമനോഹരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇതും. നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക, ഇത് കറക്റ്റ് എന്ത് ഷെയ്ഡാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. വീഡിയോയിൽ കാണുന്ന കറക്റ്റ് ഷെയ്ഡ് തന്നെയാണ്. അതിൽ നമ്മുടെ യോക്ക് വന്നിട്ട് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഒരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡാണ്. പീച്ചും അല്ല, വേറൊരു ഷെയ്ഡാണ്, പറയാൻ പറ്റും. ലെങ്ത് വന്നിട്ട് 47 ആണ്. യോക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ അജ്രക്ക് വെച്ചിട്ട് അതിൽ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. മിറേഴ്സും അതുപോലെ തന്നെ കട്ട് ബീഡ്സും ഒക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ പാച്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ടോപ്പ് വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കുർത്തിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസ് ആണ്. നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ കോമ്പിനേഷൻസ് ഒന്നും കിട്ടില്ല. അതുപോലെ തന്നെ ബഡ്ജറ്റ് ബൈയിലാണ് ഈ കളക്ഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഒരു ബ്ലൂ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ്. യോക്കൊക്കെ ഭയങ്കര ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. എത്രത്തോളം നമ്മൾ വോക്ക് തിക്കാക്കാൻ പറ്റുമോ അത്രയധികം തിക്കാക്കിയിട്ടാണ് വോക്ക് ചെയ്തിട്ടുള്ളത്. കട്ട് ബീഡ്സും മിറേഴ്സും ഒക്കെയാണ് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇതുപോലെയാണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു കുർത്തി വരുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ പാച്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനും നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ്. ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. അതുപോലെ തന്നെ നെക്കും ഈ ഒരു യോക്കും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ പൈപ്പിംഗ് ഒക്കെ കൊടുക്കണം. ഭയങ്കര ഭംഗിയാണ് ഇങ്ങനത്തെ കോമ്പിനേഷൻസ് ഒക്കെ കാണാനായിട്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷെയ്ഡാണ് എന്ന് പറയുന്നത്. ഗ്രേ കളറിൽ വന്നിട്ടുള്ള കോമ്പിനേഷനാണ്. യോക്ക് ബ്ലാക്ക്, ഗ്രേ ആൻഡ് ബ്ലാക്ക് നിങ്ങൾക്ക് എപ്പോഴും അറിയാം, എപ്പോഴും നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണിതും. യോക്ക് ഇത്രയധികം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല യോക്ക് വെച്ചിട്ടുണ്ട്. അതിൽ ഇതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. എത്രത്തോളം നമ്മൾ തിക്കാക്കാൻ പറ്റുമോ അത്രയധികം തിക്കാക്കിയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. കട്ട് ബീഡ്സും അതുപോലെ തന്നെ മിറേഴ്സും ഒക്കെയാണ് ഈ ഒരു യോക്കിൽ ഫുള്ളായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ പാച്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു കുർത്തിയും വരുന്നത്. ഈ ഒരു കുർത്തിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ കാണിച്ച നമ്മുടെ ഡെയിലി വെയർ സ്ലിറ്റഡ് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ഇതെല്ലാം. ഇനി നമുക്കൊരു ഓഫ് വൈറ്റ് നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഉള്ള 1-2 കളക്ഷനും കൂടി ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത്. യോക്കിൽ അജ്രക്ക് വെച്ചിട്ട് അതിൽ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിലും നമ്മൾ എന്താ പറയുക, മിറേഴ്സും കട്ട് ബീഡ്സും അതുപോലെ തന്നെ കുഞ്ഞു പോൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ പാച്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ക്ലോസ് വ്യൂ ഒന്നുകൂടി ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ക്ലോസ് വ്യൂ. അപ്പോൾ ഇതും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ അടുത്ത കോമ്പിനേഷൻ ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ അടുത്ത വൈറ്റ് കുർത്തി എന്ന് പറയുന്നത്. ലൈൻ കട്ടിലാണ് വരുന്നത്. ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സ്ലീവ് 3/4 ആണ്. നെക്കിൽ ഇത്രയും നല്ല തിക്കാക്കിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. യോക്കിൽ ഇത്രയും ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. ലൈൻ കട്ടാണ്. ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ്.
ഇതിലെല്ലാം നമുക്ക് 46 സൈസ് വരെ അവൈലബിൾ ആണ്. ഇതിൽ നമ്മളിപ്പോൾ ഞാൻ കാണിച്ചത് ഒരു ആൻറ്റിക് ഫിനിഷിൽ വന്നിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് സിൽവർ ബീഡ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെയാണ് വരുന്നത്. ഈ ഒരു വർക്കിന്റെ ബീഡിന്റെ കളറിൽ വന്നിട്ടുള്ള ഒരു ഡിഫറൻസ് മാത്രമാണ് ഉള്ളത്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ അടുത്തൊരു പാറ്റേണും കൂടി ഒന്ന് കാണിക്കാം. ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതുപോലെയാണ് ഒരു ഫ്രോക്ക് ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് സ്ലീവ് 3/4 ആണ്. 47ഓളം ലെങ്ത് വരുന്നുണ്ട്. ഫ്രിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണിതും. ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അടുത്തൊരു പാറ്റേണും കൂടി കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിന്റെ വേറെ കളേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിന്റെ റെഡ് കളറിൽ വന്നിട്ടാണ് ക്രിസ്മസ് തീമിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവ് 3/4 ആണ്. സ്ലീവിന്റെ എൻഡിലൊക്കെ പാച്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ബാക്ക് പാർട്ട് ഇതുപോലെയാണ്. സിൽക്ക് ടൈപ്പിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. അപ്പോൾ ഇതും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു പാറ്റേണും കൂടി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത്. ഇതുപോലെ വരും. സ്ലീവ് 3/4 ആണ്. ഇത് ഫുൾ ചിക്കൻ കാരി ടൈപ്പിലുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബാക്ക് പ്ലെയിൻ ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത്. അപ്പോൾ ഈ കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ചതിൽ ഏതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാത്ത കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.